ഹായ് ഓൾ. നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് പാർട്ട് 2 ആണ്. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. തിരുവനന്തപുരം കോർപ്പറേഷന് UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യ നഗരമാണ് തിരുവനന്തപുരം. ഓക്കെ, UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷന്. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവന്. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തിൻ്റെ തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന്. കൃതി തിരുത്ത് എന്ന കൃതിക്കാണ് ലഭിച്ചത്. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മലയാളിയായ സഞ്ജു V സാംസൺ. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മലയാളിയായ സഞ്ജു V സാംസൺ. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിന്. ബുക്കർ പ്രൈസ് ലഭിച്ചത് ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിനാണ്. 29ാം UN കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിൽ. 29ാം UN കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. അത്ലറ്റിക്സിൽ മലപ്പുറത്തിനാണ് കിരീടം. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS അത്ലറ്റിക്സിലെ ചാമ്പ്യൻ സ്കൂളായി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം ജില്ലയാണ്. അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് മലപ്പുറമാണ്. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS സ്കൂൾ. ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത് ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജുവിനാണ്. ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത് ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജുവിനാണ്. തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ ഡോക്ടർ MG ശശിഭൂഷണ്. തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ലഭിച്ചത് പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ ഡോക്ടർ MG ശശിഭൂഷൺ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ട്രിപ്പിൾ ജംപ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ അർഹനായി. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ട്രിപ്പിൾ ജംപ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കറിന്. സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ടേൺഡി പുരസ്കാരം മേനകാ ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമിസിനും ലഭിച്ചു. സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ടേൺഡി പുരസ്കാരം ലഭിച്ചത് മേനകാ ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമിസിനും ലഭിച്ചു. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. തായ്ലൻഡ് വിദേശകാര്യമന്ത്രി മാരിസ് സംഗിയാപോങ്സ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ഈയിടെ ഇന്ത്യ സന്ദർശിച്ച തായ്ലൻഡ് വിദേശകാര്യമന്ത്രി ആരാണ്? മാരിസ് സംഗിയാപോങ്സ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 78 വയസ്സ് പ്രായമുള്ള ട്രംപ് US പ്രസിഡന്റാകുന്ന പ്രായം കൂടിയ ആളാണ്. 130 വർഷത്തിനു ശേഷം തുടർച്ചയായി അല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. JD വാൻസ് ആണ് ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ്. ഓക്കെ, അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 78 വയസ്സ് പ്രായം. US പ്രസിഡന്റാകുന്ന പ്രായം കൂടിയ ആളാണ് ഡൊണാൾഡ് ട്രംപ്. 130 വർഷത്തിന് ശേഷം തുടർച്ചയായി അല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്.
സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിൻ്റെ പേര്. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിൻ്റെ പേര്. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന് പേരിട്ട ഡ്രോൺ വികസിപ്പിച്ച് കേരള ഡിജിറ്റൽ സർവകലാശാല. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന് പേരിട്ട ഡ്രോൺ വികസിപ്പിച്ചത് കേരള ഡിജിറ്റൽ സർവകലാശാല. ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കി. ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ടാണ് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട്. സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷൻ്റെ പ്ലാസ്മയുടെ പുറന്തള്ളൽ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ് VELC. സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷൻ പ്ലാസ്മയുടെ പുറന്തള്ളൽ പ്രഭവ സമയം കണക്കാക്കിയ ആദിത്യ L1 പേടകത്തിലെ പേലോഡ് ഏതാണ്? VELC വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്. പ്രതിരോധ സെക്രട്ടറിയായി രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് രാജേഷ് കുമാർ സിംഗ്. പൊതുനന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ച് സുപ്രീം കോടതി. പൊതുനന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് സുപ്രീം കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ച് കേരള ഹൈക്കോടതി. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ച് കേരള ഹൈക്കോടതി. ഈ വർഷത്തെ കേരള പ്രഭ പുരസ്കാരങ്ങളാണ്. ISRO ചെയർമാൻ S. സോമനാഥ്, ശാസ്ത്ര സാങ്കേതിക മേഖല. ജൈവ കർഷക ഭുവനേശ്വരി, കൃഷിയാണ് മേഖല. കലാമണ്ഡലം വിമല മേനോൻ, കലാമേഖലയിൽ നിന്ന്. ഡോക്ടർ TK ജയകുമാർ, ആരോഗ്യമേഖല. ആരോഗ്യമേഖല. നാരായണ ഭട്ടതിരി, കാലിഗ്രഫി. കാലിഗ്രഫി. സഞ്ജു സാംസൺ, കായികം. ഷൈജ ബേബി, സാമൂഹിക സേവനം. ആശാവർക്കറാണ്. VK മാത്യൂസ്, വ്യവസായം വാണിജ്യം. കേരള പ്രഭ പുരസ്കാരങ്ങൾ ആരൊക്കെയാണ്? S. സോമനാഥ്, ISRO ചെയർമാൻ S. സോമനാഥ്. ഭുവനേശ്വരി ജൈവ കർഷകയാണ്. കലാമണ്ഡലം വിമല മേനോൻ, കലാമേഖലയിൽ നിന്ന്. ഡോക്ടർ TK ജയകുമാർ, ആരോഗ്യമേഖല. നാരായണ ഭട്ടതിരി, കാലിഗ്രഫി. സഞ്ജു സാംസൺ, കായികം. ഷൈജ ബേബി, സാമൂഹിക സേവനം, ആശാവർക്കർ. VK മാത്യൂസ്, വ്യവസായം വാണിജ്യം. ഇനി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് അധ്യാപകനും എഴുത്തുകാരനുമായ MK സാനുവിനാണ്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. 2024 ബാലൺ ഡിയോർ പുരസ്കാരം. 2024 ബാലൺ ഡിയോർ പുരസ്കാരമാണ് അടുത്തത്. മികച്ച പുരുഷ താരം റോഡ്രി. സ്പെയിൻ താരമാണ്. മാഞ്ചസ്റ്റർ സിറ്റി ക്ലബിന് വേണ്ടി കളിക്കുന്നു. സ്പെയിൻ താരമായ റോഡ്രിയാണ് മികച്ച പുരുഷ താരം. മാഞ്ചസ്റ്റർ സിറ്റി ക്ലബിന് വേണ്ടി കളിക്കുന്നു. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി. സ്പെയിൻ താരമാണ്. ബാഴ്സലോണ ക്ലബിന് വേണ്ടി കളിക്കുന്നു. മികച്ച പരിശീലകൻ കാർലോ ആൻസലോട്ടി, റയൽ മാഡ്രിഡ് കോച്ചാണ്. മികച്ച പരിശീലകനുള്ള ബാലൺ ഡിയോർ പുരസ്കാരം ലഭിച്ചത്. ഏതൊക്കെ പറഞ്ഞാൽ മികച്ച പുരുഷ താരം റോഡ്രി, സ്പെയിൻ താരമാണ്, മാഞ്ചസ്റ്റർ സിറ്റി ക്ലബിന് വേണ്ടി കളിക്കുന്നു. മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി, സ്പെയിൻ താരമാണ്, ബാഴ്സലോണ ക്ലബിന് വേണ്ടി കളിക്കുന്നു. മികച്ച പരിശീലകൻ കാർലോ ആൻസലോട്ടി, റയൽ മാഡ്രിഡ് കോച്ചാണ്. അടുത്തത് മികച്ച യുവതാരം ലാമിൻ യമാൽ, സ്പെയിൻ താരമാണ്, ബാഴ്സലോണ ക്ലബിന് വേണ്ടി കളിക്കുന്നു. മികച്ച യുവതാരം ലാമിൻ യമാൽ. ടോപ്പ് സ്കോറർ കിലിയൻ എംബാപ്പെ,
ആൻഡ് ഹാരി കെയ്ൻ. കിലിയൻ എംബാപ്പെ ഫ്രാൻസ് താരമാണ്. ഹാരി കെയ്ൻ ഇംഗ്ലണ്ട് താരമാണ്. അടുത്തത് മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. അർജന്റീനൻ താരമായ എമിലിയാനോ മാർട്ടിനസിനാണ് മികച്ച ഗോൾ കീപ്പർക്കുള്ള ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ചത്. കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ജെന്നിഫർ ഹെർമോസോ. ജെന്നിഫർ ഹെർമോസോ സ്പെയിൻ താരമായ ജെന്നിഫർ ഹെർമോസോയ്ക്കാണ് കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ് ആണ്. മികച്ച വനിതാ ടീം ബാഴ്സലോണ. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്, മികച്ച വനിതാ ടീം ബാഴ്സലോണ. ഈയിടെ അന്തരിച്ച വ്യക്തികളാണ് സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KS പുട്ടസ്വാമി. ഓക്കെ, ഈയിടെ അന്തരിച്ച KS പുട്ടസ്വാമി ആരാണ്? സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് KS പുട്ടസ്വാമി. അടുത്തത് US പോപ്പ് സംഗീത ലോകത്ത് 7.5 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന ക്വിൻസി ജോൺസ്. ക്വിൻസി ജോൺസ് അന്തരിച്ചു. 28 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഈയിടെ അന്തരിച്ച ക്വിൻസി ജോൺസ് ആരാണ്? US പോപ്പ് സംഗീത ലോകത്ത് 7.5 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. 28 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സാരംഗി ഇതിഹാസം പണ്ഡിറ്റ് രാംനാരായണൻ അന്തരിച്ചു. സാരംഗി ഇതിഹാസം പണ്ഡിറ്റ് രാംനാരായൺ. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാമ്പുഴ കുമാരൻ. പ്രൊഫസർ മാമ്പുഴ കുമാരൻ സാഹിത്യ നിരൂപകനായിരുന്നു. ഓക്കെ, അടുത്തത് ഈയിടെ അന്തരിച്ച പ്രമുഖ സിനിമാ നാടക നടൻ ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ ഏത് മേഖലയാണ്? പ്രമുഖ സിനിമാ നാടക നടൻ ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി. ഓക്കെ, വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ MP സദാശിവൻ അന്തരിച്ചു. ഓക്കെ, ഈയിടെ അന്തരിച്ച MP സദാശിവൻ ആരാണ്? വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകനാണ് MP സദാശിവൻ. അടുത്തത് തമിഴ്, ഹിന്ദി, തെലുങ്കു സിനിമാ നടൻ ഡൽഹി ഗണേഷ് അന്തരിച്ചു. മലയാളത്തിൽ 10 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, ഈയിടെ അന്തരിച്ച ഡൽഹി ഗണേഷ് ആരാണ്? പ്രശസ്ത തമിഴ്, ഹിന്ദി, തെലുങ്കു സിനിമാ നടൻ. മലയാളത്തിലും 10 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MT പത്മ അന്തരിച്ചു. ഓക്കെ, MT പത്മ ആരായിരുന്നു? കേരളത്തിലെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായിരുന്നു MT പത്മ. ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ കിഗി ഹഗൻസൻ അന്തരിച്ചു. ഓക്കെ, ഈയിടെ അന്തരിച്ച കിഗി ഹഗൻസൻ ആരായിരുന്നു? ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ വ്യക്തിയാണ്. ഓക്കെ.